ഗുഡ് മോർണിംഗ്. എല്ലാ ദിവസവും അത്ര കളർഫുൾ ആവണമെന്നില്ല. പക്ഷെ കളർഫുൾ അല്ലാത്ത ദിവസത്തെ കുറച്ച് കളർ വാരി വിതറണം ഗൈസ്. അല്ലാതെ ടാക്സി പിടിച്ച ആൾ വന്ന് കളർ വാരി വിതറാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ പരിപാടിയൊന്നും നടക്കാൻ പോകുന്നില്ല. അങ്ങനെയാണ് ലൈഫും. നമ്മളെ സന്തോഷിപ്പിക്കാനും മോട്ടിവേറ്റ് ചെയ്യാനും നമ്മൾ മാത്രമേ ഉള്ളൂ. കുറേ നാൾക്ക് മുന്നേ എനിക്കൊരു കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് പോകാൻ വേണ്ടിയിട്ട് പ്രിപ്പയർ ആവുന്ന സമയത്ത് എൻ്റെ ഒരു കൊളീഗ് എൻ്റെ കൂടെ നിന്ന് സീനിയേഴ്സിൻ്റെ ഒപ്പം നിന്ന് പറഞ്ഞു, ഈ നടുവടിഞ്ഞവരൊക്കെ എന്ത് കാണിക്കാൻ പോവാണോ എന്തോ. എല്ലാവർക്കും അത് ഭയങ്കര ജോക്കായിരുന്നു, എനിക്കൊഴിച്ചു. പക്ഷെ ഞാനും കൂടെ ഒന്ന് ചിരിച്ചു കേട്ടോ, കാരണം അന്ന് തിരിച്ച് പറയാനുള്ളൊരു വോയിസ് ഒന്നും ഇല്ല. അങ്ങനെ സംഭവം ചാമ്പ്യൻഷിപ്പിൻ്റെ ദിവസമൊക്കെ ആയി. അതൊരു ഇൻ്റർനാഷണൽ ഓപ്പൺ ചാമ്പ്യൻഷിപ്പ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് ഇന്ത്യയെ റെപ്രസെൻറ്റ് ചെയ്യാൻ കിട്ടുന്ന അവസരമാണ്, ഒട്ടും പാഴാക്കിയില്ല. ഫസ്റ്റ് മാച്ച് ശ്രീലങ്കയുടെ കൂടെ ആയിരുന്നു. അത് ഒരുവിധം എന്നെപ്പോലെ തന്നെ കളിക്കുന്നൊരു കുട്ടിയായിരുന്നു. ഭയങ്കര ഹൈപ്പൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ സെക്കൻഡ് റൗണ്ട് ആയപ്പോൾ ആൾ വിഡ്രോ ചെയ്ത് പോയി. ഇതൊരു തള്ളാന്നൊക്കെ നിങ്ങൾക്ക് തോന്നും, പക്ഷെ അവിടെ ഉള്ളവർ മാത്രമേ എനിക്കിപ്പോൾ സാക്ഷി പറയാനുള്ളൂ. അവർക്ക് ഇപ്പോൾ ഓർമ്മയുണ്ടോ എന്നറിയില്ല, കാരണം എൻ്റെ ഒരു ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡ് പോലെയാണ് എനിക്കത് ഫീൽ ചെയ്തത്. അതുകൊണ്ട് ഞാൻ മറക്കില്ല. അങ്ങനെ ആ മാച്ച് കഴിഞ്ഞു. അടുത്ത മാച്ച് എന്ന് പറഞ്ഞാൽ അഫ്ഗാനിസ്ഥാനിലെ നമ്പർ 1 പ്ലെയറുമായിട്ടായിരുന്നു. അതെനിക്ക് ഭയങ്കര ത്രില്ഡായിരുന്നു ഞാൻ. പക്ഷെ ഞാനും എൻ്റെ കോച്ചും ഒഴിച്ച് വേറൊരു മനുഷ്യനും എന്നെ സപ്പോർട്ട് ചെയ്തില്ല ആ മാച്ച് കളിക്കാൻ. കാരണം എനിക്ക് ഇഞ്ചുറി ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് അവർ വേണ്ടെന്ന് പറഞ്ഞതെങ്കിലും ഞങ്ങൾക്ക് രണ്ടുപേർക്കും വാശിയായിരുന്നു, എന്തായാലും ട്രൈ ചെയ്ത് നോക്കണമെന്ന്. പക്ഷെ മെഡൽ വരില്ല എന്ന് എനിക്ക് 100% ഉറപ്പുണ്ടെങ്കിലും ആ ഒരു ഉറപ്പുണ്ടല്ലോ, എന്തായാലും ഒന്ന് മാച്ച് കംപ്ലീറ്റ് ചെയ്യണമെന്ന്. അങ്ങനെ ഞാൻ ഇറങ്ങി. കുട്ടി അടിച്ചത് മൊത്തം എൻ്റെ മൂക്കിലായിരുന്നു. ദൈവത്തിൻ്റെയൊക്കെ ഒരു പവർ കാരണം എൻ്റെ മൂക്കിനൊന്നും സംഭവിച്ചിട്ടും ഇല്ല, കുട്ടിക്ക് പോയിന്റും കിട്ടിയില്ല. പക്ഷെ കണ്ടു നിന്ന് എല്ലാവർക്കും അറിയാം, കുട്ടി എൻ്റെ മൂക്ക് അടിച്ച് പപ്പടം ആക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് വേദന എടുത്തില്ല. അതെന്താണെന്ന് എനിക്ക് ഇപ്പോഴും അറിയത്തില്ല. എങ്ങനെയായാലും കുട്ടി അത് കഴിഞ്ഞ് ക്വാർട്ടർ ഫൈനൽസും ഫൈനൽസൊക്കെ എത്തി. കുട്ടിക്ക് ഗോൾഡ് മെഡലും എനിക്ക് ചുളുവിനൊരു ഒളിമ്പിക് റാങ്കിങ് ആ വർഷം കിട്ടി. അത്രയേ ഉള്ളൂ.